Hey there guys, welcome back to Trade Logics. ഇന്ന് ഹൈ റിസ്ക് ഹൈ പ്രോഫിറ്റബിൾ ട്രേഡിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. അതായത് മാർക്കറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് മാർക്കറ്റിനെ എപ്പോഴും അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാം. ഈ ട്രേഡിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് അറ്റ് ദി മണിയിലാണ്. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ എക്സ്പയറി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അറ്റ് ദി മണി സ്ട്രൈക്ക് ചൂസ് ചെയ്യാൻ ടൈം ആയത്. ഇപ്പോൾ ടൈം ഏകദേശം 2:49, 3 PM മുമ്പായിരിക്കണം, 2:30 ശേഷമായിരിക്കണം ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതായത് 47,600 CE ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് 40 റേഞ്ചിലാണ്. 37,600 PE ഇപ്പോൾ ട്രേഡ് ചെയ്യിക്കുന്നത് 8 രൂപയിലാണ്. ഈ ട്രേഡിൻ്റെ രീതി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ട്രേഡ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റിൻ്റെ നെക്ചറായിട്ടുള്ള ഭാഗം. സോ ഞാനവിടെ ട്രേഡ് എടുക്കുകയാണ്. ട്രേഡിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ റേഞ്ച് ഒരു 16-24 റേഞ്ചിലോട്ട് റൈസ് ആവണം. അതേപോലെ തന്നെ നമ്മുടെ റേഞ്ച് 40 നിന്ന് 25 റേഞ്ചിലോട്ട് ഡൗണിലോട്ട് വരണം. അതാണ് ഇത്. എത്ര കോൺഫിഡൻസ് പോരാ. എനിവേ ഞാൻ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. ഓക്കെ, നമുക്കിത് ട്രേഡിൽ നിന്ന് ഉപേക്ഷിക്കാം. ബിക്കോസ് ട്രേഡ് എനിക്ക് അത്ര കോൺഫിഡൻസ് തരുന്നില്ല. ഈ ട്രേഡിന് ചാർട്ട് വേണ്ട, എന്നാലും ബൈ സൈഡിൽ ചാർട്ട് വച്ചിരിക്കുന്നത് നല്ലതാണ്. പ്രീമിയം അഡ്ജസ്റ്റ്മെൻറ്റാണ് നടക്കേണ്ടത്. അപ്പോൾ ട്രേഡിൽ ചാർട്ടിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചാർട്ട് എടുത്താൽ മതിയാവും. ഒന്നുകൂടെ നാടി നോക്കിയാലോ. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്ര നേരമായിട്ടും മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല. നമുക്ക് ചാർട്ടുകളൊന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പ് സൈഡിലോട്ട് പോകാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. ഇത് മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാനായിട്ട് HDFC ആണ്. HDFC വീണ്ടും എഗെയിൻ ഡൗണിലോട്ട് പോകാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ടാണ് ആ ട്രേഡ് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടായിരുന്നത്. ഈ ട്രേഡ്, ഇതുപോലത്തെ ട്രേഡുകളിൽ ഈ പ്രീമിയം ഡൗണായി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും റിട്ടേൺ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വൺ സൈഡ് മൊമെൻറ്റം, അതായത് ഇപ്പോഴും ആണ് റൈസായി നിൽക്കുന്നത്, അത് വീണ്ടും റൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. 256 ആയിട്ടുണ്ട്. 3 PM മൂവ് എങ്ങനെയും നോക്കാം. 3 PM ശേഷം ട്രേഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ട്രേഡ് ചെയ്യാതിരിക്കുക. ഓവറായിട്ട് പൊസിഷൻ ക്യാരി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇങ്ങനെയുള്ള ട്രേഡുകൾ, ഹൈ റിസ്ക് ട്രേഡ് 3 PM ശേഷം എടുക്കാതിരിക്കുക. ഇത് ഹൈ റിസ്ക് ട്രേഡാണ്, ഹൈ റിവാർഡ് ട്രേഡും കൂടെയാണ്. കാരണം അത്രയും എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടാനും പ്രോബിലിറ്റി കിട്ടുന്നുണ്ട്. അതായത് ഈവൻ ഒരു തവണ 3 rupees വാങ്ങിച്ചത് എനിക്കത് ഒരു 90 rupees അടുപ്പിച്ച് സെല്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ റിസ്ക്. പക്ഷേ ഈ 3 rupees നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജെപ്പടിയിൽ വയ്ക്കേണ്ടതാണ്. ഇത് ഈ ട്രേഡിൽ 5,000 രൂപയെ നമുക്ക് ആവുന്നുള്ളൂ. നമ്മുടെ ക്യാപിറ്റലിൻ്റെ എന്തോരം ചെറിയ എമൗണ്ടാണ് നോക്കിക്കേ. അപ്പോൾ അത്രയും റിസ്ക് ഉണ്ട് നമുക്കിതിനകത്ത് ട്രേഡ് ചെയ്യുമ്പോൾ. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ചെറിയ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് പഠിക്കുക. പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ പേപ്പർ ട്രേഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് ട്രേഡിലോട്ട് പോവുക. ചെറിയ ക്വാണ്ടിറ്റി, 1 ക്വാണ്ടിറ്റി 2 ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്ത് തന്നെ പഠിക്കുക. ട്രേഡ് ചെയ്ത് പഠിച്ചാലേ നമ്മുടെ സൈക്കോളജി കൂടെ ഡെവലപ്പ് ആവുള്ളൂ. ട്രേഡിങ് ഈസ് ഓൾ അബൌട്ട് സൈക്കോളജി എന്നാണ്. അപ്പോൾ സൈക്കോളജിയിൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ട്രേഡിങ് കരിയറിൽ വളരെയധികം ഗുണം ചെയ്യും. ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ആ ട്രേഡ് എടുത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 47,600 റേഞ്ചിലെത്തിയപ്പോഴേക്കും അതൊന്ന് ആ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ആ ട്രേഡിൽ. സോ ഞാനത് ആ ട്രേഡ് അങ്ങ് ഉപേക്ഷിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണം
എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇത്രയും ലോസിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഇപ്പോൾ ലോസായി എഗൻസ്റ്റ് ഞാൻ ട്രേഡ് എടുക്കേണ്ടി വന്നേനെ. എനിവേ മാർക്കറ്റ് നല്ലൊരു രീതിക്ക് ഒരു മാനിപ്പുലേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിലാറ്ററൽ ഡയറക്ഷൻ തന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ റിക്കവറി. ഓക്കെ, എനിവേ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.